ഹലോ, വെൽക്കം ബാക്ക് ടു ബയോബ്രെയിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസുകളാണ്. അതും ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അഗ്രികൾച്ചർ. ഓക്കെ, അഗ്രികൾച്ചറിൽ എങ്ങനെയൊക്കെയാണ് ബയോടെക്നോളജി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. ഫസ്റ്റ് ആയിട്ട് നമുക്ക് 3 രീതിയിലാണ് അഗ്രികൾച്ചർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഫസ്റ്റ് പറയുന്ന ഓപ്ഷൻ എന്ന് വെച്ചാൽ ആഗ്രോ കെമിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു അഗ്രികൾച്ചർ ആണ്. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ വല്ല കെമിക്കൽസ് ആയിട്ടുള്ള ഫെർട്ടിലൈസർ അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കെമിക്കൽ ഫെർട്ടിലൈസർ അല്ലെങ്കിൽ കെമിക്കൽ ആയിട്ടുള്ള ഒരു പെസ്റ്റിസൈഡ് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആഗ്രോ കെമിക്കൽ ബേസ്ഡ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഈൽഡ് തന്നെ കൂടുന്നു, നമുക്ക് കൂടുതൽ ക്രോപ്പ് പ്രൊഡക്ട്സുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് ഓർഗാനിക് അഗ്രികൾച്ചർ ആണ്. ഇതെന്ന് പറഞ്ഞാൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും മാത്രം യൂസ് ചെയ്തുകൊണ്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള രീതിയിലുള്ള അഗ്രികൾച്ചർ. ഇങ്ങനെയും നമുക്ക് ക്രോപ്പ് ഈൽഡ് കൂട്ടാം. മൂന്നാമത്തെ മെത്തേഡാണ് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ആയിട്ടുള്ള ക്രോപ്പ്. ഇവിടെയാണ് ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ വരുന്നത്. ഓക്കെ, ഈ 3 മെത്തേഡ്സിൽ ഏറ്റവും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ തേർഡ് ഓപ്ഷൻ ആണ്. കാരണം ബാക്കി 2 എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അതിന് തരാൻ പറ്റുന്ന ഈൽഡിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. കാരണം ഇന്നത്തെ പോപ്പുലേഷൻ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇൻക്രീസിങ് പോപ്പുലേഷനെ സാറ്റിസ്ഫൈ ചെയ്യാനാണ് നമ്മൾ കൂടുതൽ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ 2 മെത്തേഡ്സ് വെച്ചിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഈൽഡിന് ഒരു ലിമിറ്റ് ഉണ്ട്, അല്ലേ? അപ്പൊ നമ്മൾ എത്രയാന്ന് വെച്ചാൽ കുറെ കെമിക്കൽസും കുറെ ഫെർട്ടിലൈസറും ഒക്കെ ആഡ് ചെയ്യുക, അത് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ എൻവയോൺമെന്റിനെ ബാധിക്കും. എന്നാൽ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എൻവയോൺമെന്റ് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഈ മെത്തേഡ് കൊണ്ടുപോകാൻ പറ്റും. പ്ലസ് നമുക്ക് ഈൽഡും ഹൈ ഈൽഡ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഈ ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷനിൽ വരുന്ന ജനറ്റിക്കലി മോഡിഫൈഡുകളായിട്ടുള്ള ക്രോപ്സ് ആണ്. അതിൽ നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതായത് ജീൻ എഡിറ്റിംഗ്. ഓക്കെ, ജീൻസുകൾ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ നല്ല ക്രോപ്സുകൾ ഉണ്ടാക്കിയെടുക്കും. ഓക്കെ, ജീൻ എഡിറ്റിംഗ്. അപ്പൊ ഇതാണ് 3 മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് കടക്കാം. ഇതിൽ എന്താ പറയുന്നത്? ഗ്രീൻ റവല്യൂഷൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതൊരു മൂവ്മെന്റ് ആണ്. ഓക്കെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് സപ്ലൈ ട്രിപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ട് നമ്മുടെ കർഷകരുടെ ഇടയിൽ ഒരു അവയർനെസ് കൊടുത്തു. അതായത് ഈ ഗ്രീൻ റവല്യൂഷന്റെ ഭാഗമായിട്ട് അവരോട് കെമിക്കൽ ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും യൂസ് ചെയ്യാൻ പറഞ്ഞു. അതുവഴി അവർക്ക് അവരുടെ ഫുഡ് സപ്ലൈ, അതായത് അവരുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും, ട്രിപ്പിൾ ആയിട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റുമെന്നും അങ്ങനെ സക്സീഡ് ചെയ്യാമെന്നും പറഞ്ഞു. അങ്ങനെ ഒരു അവയർനെസ് അവരുടെ ഇടയിൽ വരുത്തി. അങ്ങനെ വന്നപ്പോ നമുക്ക് ഗ്രോയിങ് ആയിട്ടുള്ള ഹ്യൂമൻ പോപ്പുലേഷനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ ഇനഫ് ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഇൻക്രീസ്ഡ് ആയിട്ട് അന്ന് ഈൽഡ് വന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്രയും കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്ത് ഫെർട്ടിലൈസർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ന്യൂട്രിയൻസ് അവൈലബിലിറ്റി കൂടിയിട്ടും അതായത് പെസ്റ്റുകളുടെ ശല്യം കുറഞ്ഞിട്ടും ഒക്കെ ആയിട്ട് അന്ന് ഈൽഡ് കൂടി. പക്ഷെ അന്ന് ഈൽഡ് കൂടിയതിൽ 2 പങ്ക് വഹിക്കുന്നുണ്ട്, 2 ഫാക്ടേഴ്സുകളുണ്ട്. ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ക്രോപ്പ് വെറൈറ്റീസ് യൂസ് ചെയ്തു എന്നുള്ളതാണ്. ഇൻക്രീസ്ഡ് ഈൽഡ്സിന് കാരണം 2 ആണ്. ഒന്ന്, ഒരു പാർഷ്യൽ കാരണം എന്ന് പറയുന്നത് ഇംപ്രൂവ്ഡ് ക്രോപ്പ് വെറൈറ്റി ആണ്. ബട്ട് അതിനുപരിയായിട്ട് മെയിൻലി വരുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് ബെറ്റർ മാനേജ്മെന്റ് പ്രാക്ടീസസും അതുപോലെ യൂസ് ഓഫ് അഗ്രോ കെമിക്കൽസും ആണ്. അഗ്രോ കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. അപ്പൊ ബെറ്റർ മാനേജ്മെന്റ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലോണം നോക്കി നടത്തും, നമ്മൾ പ്ലാന്റ്സുകളെ ഒരു കേടും വരാതെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ ഇട്ട് കൊടുക്കേണ്ടി വന്നു. അപ്പൊ മെയിൻ ആയിട്ടും ഇതുപോലെയുള്ള കെമിക്കൽസിനെയാണ് അന്ന് ഡിപ്പെൻഡ് ചെയ്തത് ഗ്രീൻ റവല്യൂഷൻ ടൈമിൽ. അതുവഴി ഈ 2 ഫാക്ടേഴ്സ് വഴി ഇംപ്രൂവ്ഡ് ക്രോപ്പ് വെറൈറ്റി പ്ലസ് ഈ ആഗ്രോ കെമിക്കൽസ് യൂസ് ചെയ്തിട്ടാണ് അന്ന് ഈൽഡ് കൂട്ടിയത്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തേക്ക് വരുമ്പോൾ
ഈ ഒരു ഡെവലപ്പിംഗ് വേൾഡിൽ ഇന്ന് ഫാർമേഴ്സിന് ഈ കൂടുതൽ അഗ്രോകെമിക്കൽസ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് ടൂ എക്സ്പെൻസീവ്. ഓക്കെ, ഈ എക്സ്പെൻസ് കൂടുതലായതുകൊണ്ട് തന്നെ അവരത് ഡിമാൻഡ് ചെയ്യുന്നില്ല, അത് വേണ്ടാന്ന് വെക്കാണ് ചെയ്യുന്നത്. പകരം എന്നാൽ അവർക്ക് ഈൽഡ് കൂടുകയും വേണം. അങ്ങനെ വരുന്ന സാഹചര്യത്തില് അവരെന്ത് ചെയ്തു, ഈ പതുക്കെ പതുക്കെ ജനറ്റിക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മോഡിഫൈഡ് ക്രോപ്സ് എന്നുള്ളൊരു ലെവലിലേക്ക് എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങി. അഗ്രോകെമിക്കൽസ് വളരെ എക്സ്പെൻസീവ് ആയിട്ട് വന്നു. ആൻഡ് ഫർദർ ഇൻക്രീസസ് ഇൻ yield വിത്ത് എക്സിസ്റ്റിംഗ് വെറൈറ്റീസ് ആർ നോട്ട് പോസിബിൾ വിത്ത് കൺവെൻഷണൽ ബ്രീഡിംഗ്. ഈ കൺവെൻഷണൽ ആയിട്ടുള്ള ബ്രീഡിങ് ഒരു തെറ്റായ രീതിയായിരുന്നു. കാരണം ഓൾറെഡി എക്സിസ്റ്റിംഗ് വെറൈറ്റീസ് എന്ന് പറയുന്നത് എന്താ ഇന്നത്തെ ഒരു എൻവയോൺമെന്റിന് മാച്ച് ആയിട്ടുള്ളൊരു ബ്രീഡ് ആയിരുന്നില്ല ആ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു സീഡ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കേ, ഇത് ഒരു 1990 യൂസ് ചെയ്തിരുന്ന സീഡാണ്. അതേ സീഡ് ഇങ്ങോട്ടേക്ക് പ്ലാന്റ് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് വന്ന് ലാസ്റ്റ് ഇന്നിപ്പോ 2020 എത്തി നിൽക്കുന്നു. ഇന്നത്തെ ഒരു എൻവയോൺമെന്റ് അല്ല അന്ന് ഈ സീഡ് സക്സസ് ആയിട്ട് നിൽക്കാൻ പറ്റിയിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഈ സീഡ് അതിന്റെ എക്സിസ്റ്റൻസ്, അതിന്റെ സർവൈവൽ റേറ്റ് കുറഞ്ഞു വരും. അപ്പൊ കൺവെൻഷണൽ ആയിട്ടുള്ള ബ്രീഡിംഗ് മെത്തേഡ് ഒരു റോങ് ഓപ്ഷൻ ആയിട്ട് വന്നു. അവർക്ക് യാതൊരു വിധത്തിൽ ഈൽഡ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് അതുകൊണ്ട് പറ്റില്ല എന്ന് വന്നു. അപ്പൊ അവർക്ക് ഒരു ആൾട്ടർനേറ്റീവ് പാത്വേ വേണമെന്ന് തോന്നി. ഓക്കെ, ഒരു ആൾട്ടർനേറ്റീവ് പാത്ത്. അങ്ങനെയാണ് അവർ ജനറ്റിക്സിനെ കുറിച്ചിട്ട് മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പോ ജനറ്റിക്സിൽ ഒരു ഇംപ്രൂവ്മെന്റ് വരുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജീനിൽ ഒരു ഇംപ്രൂവ്മെന്റ് വരുത്തി കഴിഞ്ഞാൽ ഫാർമേഴ്സിന് മാക്സിമം ഈൽഡ് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അങ്ങനെ ഈ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ഉപയോഗിച്ചാലുണ്ടാവുന്ന ഹാംഫുൾ ഇഫക്ട്സുകൾ, ഓക്കെ, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ധാരാളമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാംഫുൾ ഇഫക്റ്റുകൾ ഉണ്ടാവും. അത് മിനിമൈസ് ചെയ്യാൻ പറ്റുമെന്ന് അവരെ ബോധ്യപ്പെടുത്തി. ഓക്കെ, അങ്ങനെ എൻവയോൺമെന്റിലുള്ള ഹാംഫുൾ ഇഫക്ട്സ് റെഡ്യൂസ് ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചു. അപ്പോ എന്തുകൊണ്ടും ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്സ് എന്ന് പറയുന്നത് ഒരു നല്ല ഒരു സൊല്യൂഷൻ ആയിട്ട്, ഒരു ബെറ്റർ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ഫാർമേഴ്സിന് തോന്നി തുടങ്ങി. അവിടെ നിന്ന് അങ്ങോട്ടാണ് പിന്നീട് ഈ GMC, അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സുകളുടെ ഒരു കൂടുതൽ ഡിമാൻഡ് വന്നത്. അപ്പൊ GMC കൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഹൈ ഈൽഡ് കിട്ടും എന്നുള്ളതാണ്. ഹൈ ഈൽഡ്. രണ്ടാമത്തെ കാര്യം ലെസ് എൻവയോൺമെന്റ് ഡാമേജ്. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് GMC ഇംപ്രൂവ് ചെയ്ത് വന്നത്. ഇന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇപ്പൊ ഒരുപാട് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസംസ്, GMO എന്ന് നമ്മൾ ഷോർട്ടായി വിളിക്കുന്നുണ്ട്. അതിൽ പ്ലാന്റ് വരും, ബാക്ടീരിയ വരും, ഫംജൈ വരും, ആൻഡ് ഈവൻ ആനിമൽസ് വരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ജീൻസുകളെയാണ് നമ്മൾ ഓൾട്ടർ ചെയ്യുന്നത്, ഓക്കെ, അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, അതായത് ഓൾട്ടർ ചെയ്യുക അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്നത്. അതുവഴി അവരുടെ ഇപ്പൊ പ്ലാന്റ്സ് ആണെങ്കിൽ ക്രോപ്പ് ഈൽഡ് കൂട്ടുന്നു, ആനിമൽസ് ആണെങ്കിൽ ഇപ്പോ നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ആനിമൽസ്, ഇപ്പോ കൗ ഒക്കെ ആണെങ്കിൽ അതിന്റെ മിൽക്ക് ഈൽഡിലായിരിക്കും ഇംപ്രൂവ്മെന്റ് വരുത്തുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അതായത് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഏറ്റവും ബെനിഫിറ്റ് മാക്സിമം കിട്ടേണ്ടത് എവിടെയാണോ അവിടെ അതിനനുസരിച്ച് ജീൻ എഡിറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ഏർപ്പാടാണ് ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. പല രീതിയിൽ പ്ലാന്റ്സിൽ നമുക്കിത് ഉപയോഗപ്പെടുത്താം. ഓക്കെ, ഒരു ജനറ്റിക് മോഡിഫിക്കേഷൻ കൊണ്ട് പ്ലാന്റ്സിൽ എന്തൊക്കെ നമുക്ക് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു 5 പോയിന്റ്സ് ആണ് ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മെയ്ഡ് ക്രോപ്സ് വിച്ച് ഈസ് മോർ ടോളറന്റ് ടു എബയോട്ടിക് സ്ട്രെസ്, അതായത് കോൾഡ്, ഡ്രോട്ട്, സോൾട്ട്, ഹീറ്റ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഒരു പ്ലാന്റ് വളരുന്നുണ്ടെങ്കിൽ ആ പ്ലാന്റിന്റെ ഗ്രോത്ത്, ഓക്കെ, പ്ലാന്റ് ഗ്രോ ചെയ്യുന്നു, ആ പ്ലാന്റിന്റെ ഗ്രോത്ത് 2 കാര്യങ്ങളാണ് എഫക്ട് ചെയ്യുന്നത്. ഒന്ന് ചില ബയോട്ടിക് ഫാക്ടേഴ്സുകൾ, ബയോട്ടിക് ഫാക്ടേഴ്സ്. 2 എബയോട്ടിക് ഫാക്ടേഴ്സ്. എബയോട്ടിക് ഫാക്ടേഴ്സ്
ഇതില് ബയോട്ടിക് ഫാക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ലിവിങ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പെസ്റ്റ്, അതുപോലെ തന്നെ അതർ കോമ്പറ്റീറ്റേഴ്സ് ഓക്കെ, അതുപോലെ തന്നെ പ്രഡേറ്റേഴ്സ്, അല്ലെങ്കിൽ പ്ലാന്റ്സ് ആവുമ്പോൾ പ്രഡേറ്റർ അല്ല, ഇപ്പൊ കൺസ്യൂമേഴ്സ്. ഓക്കെ, ഇതൊക്കെയാണ് പ്ലാന്റിന്റെ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇപ്പൊ പെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ധാരാളം പെസ്റ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ പ്ലാന്റിന്റെ ഗ്രോത്ത് കുറയല്ലേ ചെയ്യുക, അപ്പൊ അതൊരു ഫാക്ടർ. പിന്നെ മറ്റ് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സ് തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പോഴും അവരുടെ ഗ്രോത്തിന് ഭയങ്കര എന്താ പറയാ ചലഞ്ചിങ് ആയിട്ട് വരും. സോ അതൊരു ഫാക്ടറാണ്. ദെൻ മൂന്നാമത്തെ ഫാക്ടർ കൺസ്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ പ്ലാന്റ്സിന് കഴിക്കുന്ന മറ്റ് ജീവികൾ, അപ്പോ ഹെർബിവോറസ് ആയിട്ടുള്ള കൺസ്യൂമേഴ്സുകൾ, അവരുടെ എന്താ പറയുക പ്ലാന്റിന്റെ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അതേപോലെ തന്നെ നോൺ ലിവിങ് ആയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സുകളും, ഫോർ എക്സാമ്പിൾ ഹീറ്റ്, അതുപോലെ തന്നെ എന്താ പറയാ pH ലെവൽ, സോയിൽ pH ലെവൽ, സലൈനിറ്റി, അതുപോലെ തന്നെ വാട്ടർ അവൈലബിലിറ്റി, പിന്നെ ഹ്യൂമിഡിറ്റി, ഇതെല്ലാം തന്നെ പ്ലാന്റ്സിനെ എഫക്ട് ചെയ്യുന്ന എബയോട്ടിക് ഫാക്ടേഴ്സുകളാണ്. അപ്പോ ഓരോരോ കണ്ടീഷനിൽ, ഇപ്പോ നല്ല തണുപ്പുള്ള ഒരു സ്ഥലത്ത് വളരാനായിട്ടാണെങ്കിൽ ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ഡ്രോട്ടുള്ള രീതിയിൽ വളരാനാണെങ്കിൽ അങ്ങനെ, സലൈനിറ്റി കൂടുതലായിട്ടുള്ള ഏരിയയിലാണെങ്കിൽ അങ്ങനെ, ഹീറ്റ് കൂടുതലായിട്ടുള്ള ഏരിയയിലാണെങ്കിൽ അങ്ങനെ, ഏത് എബയോട്ടിക് സ്ട്രെസ്സിനെയാണോ മറികടക്കേണ്ടത് ആ സ്ട്രെസ്സിന് ടോളറന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്രോപ്സുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. അതായത് അതിന് പിടിച്ചു നിൽക്കുന്ന ആ ഒരു കണ്ടീഷൻ, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കണ്ടീഷനിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ക്രോപ്സുകളെ നമ്മൾ മോഡിഫൈ ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതൊരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കെമിക്കൽ പെസ്റ്റിസൈഡ്സുകളില്ലേ, അതിന്റെ ആ ഒരു യൂസേജ് കുറയ്ക്കുന്ന രീതിയിൽ പ്ലാന്റ് തന്നെ പെസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ക്രോപ്സുകൾ സിന്തസൈസ് ചെയ്യുക. ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് BT, കോട്ടൺ. അതായത് പ്ലാന്റിന്റെ ഉള്ളിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ടൊരു പെസ്റ്റിസൈഡ് ഉണ്ടായിരിക്കണം. അതായത് ഒരു പെസ്റ്റ് അതിനെ അറ്റാക്ക് ചെയ്യാൻ വന്നാലും അതിന് സ്വന്തമായിട്ട് ആ പെസ്റ്റിനെ കില്ല് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോട്ടീൻ പ്രൊട്ടക്റ്റ് എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു പെസ്റ്റിസൈഡ് ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ പ്ലാന്റ് സ്വന്തമായിട്ട് തന്നെ അതിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന പെസ്റ്റിനെ കില്ല് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് രണ്ടാമത്തെ ഒരു മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തേത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസുകൾ കുറയ്ക്കുക. അതായത് ഒരു ക്രോപ്പ് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ അതിന്റെ ഒരു ലോസ് കൂടുന്നത്. ഫോർ എക്സാമ്പിൾ ടൊമാറ്റോസിന്റെ ഷെൽഫ് ലൈഫ്, അതായത് അറിയാലോ അത് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകുന്ന ടൊമാറ്റോസുകൾ ഉണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഷെൽഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യണം. അതിന് പെട്ടെന്ന് കുറെ കാലം ഇപ്പൊ മാർക്കറ്റിൽ എത്തിയിട്ടും ഹാർവെസ്റ്റ് കഴിഞ്ഞ് മാർക്കറ്റിലൊക്കെ എത്താൻ ഒരുപാട് നേരം എടുക്കും. അപ്പൊ അതുവരെ അതിനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിൽ അതിനൊരുപാട് ഷെൽഫ് ലൈഫ് കൂട്ടുന്ന രീതിയിൽ നമുക്ക് അതിനെ മോഡിഫൈ ചെയ്തെടുക്കാം. അപ്പൊ അത് മറ്റൊരു ആപ്ലിക്കേഷൻ ആണ്. അതാണ് ഹാർവെസ്റ്റിങ്ങിന് ശേഷം ഉണ്ടാവുന്ന നഷ്ടങ്ങളെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ മോഡിഫൈ ചെയ്യാം. നാലാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനറൽ യൂസേജ് ഇംപ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന്റെ രണ്ടാണ് ഗുണം. ഒന്ന്, പ്ലാന്റ് നന്നായിട്ട് ഗ്രോ ചെയ്യും. ഓക്കെ, പ്ലാന്റ് ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യും. രണ്ടാമത്തെ കാര്യം ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്, എക്സ്പോഷൻ ഓഫ് ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ നമുക്ക് ഇൻഹിബിറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഒരുപാട് പ്ലാന്റ്സുകൾ ചേർന്ന് ഇങ്ങനെ സോയിലിൽ നിന്ന് ഇങ്ങനെ മിനറൽസ് എടുത്തുകൊണ്ടേയിരുന്ന ആ സോയിൽ ഒരു പോയിന്റ് എത്തുമ്പോൾ ഫെർട്ടിലിറ്റി കുറയും. നേരെ മറിച്ച് പ്ലാന്റ് വളരെ എഫിഷ്യന്റ് ആയിട്ടാണ് അത് യൂസ് ചെയ്യുന്നതെങ്കിലോ അപ്പൊ നമുക്ക് ആ ഫെർട്ടിലിറ്റി കുറെ കാലത്തേക്ക് നീണ്ടു നിൽക്കും. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. അഞ്ചാമത്തെ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് എൻഹാൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രീഷണൽ വാല്യൂ ഓഫ് ഫുഡ് ആണ്. അതായത് ഗോൾഡൻ റൈസ് ആണ് ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഗോൾഡൻ റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറ്റാമിൻ എ എൻറിച്ച്ഡ് ആയിട്ടുള്ള ഒരു റൈസ് ആണ്. ന്യൂട്രീഷണൽ വാല്യൂ ഇംപ്രൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ റൈസിൽ, സാധാരണ നമ്മൾ കഴിക്കുന്ന റൈസ് പറഞ്ഞാൽ തവിട് കളഞ്ഞ അരിയാണ്. അതിനകത്ത് ഈ തവിട്, അതായത് നമ്മൾ ബ്രാൻ എന്ന് പറയുന്ന തവിടിനകത്താണ് എന്തുള്ളത്,
ബീറ്റ കാരോട്ടിൻ എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ഉള്ളത്. ആക്ച്വലി ഇത് വളരെ ഹെൽത്തിന് ഗുണമുള്ള ആളാണ്. കാരണം ബീറ്റ കാരോട്ടിൻ വിറ്റാമിൻ എ സിന്തസൈസ് ചെയ്യാൻ നമ്മുടെ ബോഡിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. വിറ്റാമിൻ എയുടെ പ്രിക്കേഴ്സർ മോളിക്യൂളാണ് ബീറ്റ കാരോട്ടിൻ. അപ്പോ ഈ വിറ്റാമിൻ എ നമ്മൾ സാധാരണ ചോറ് കഴിക്കുന്ന ചോറുകൾ കുറവായിരിക്കും, കാരണം വെള്ള ഏരിയയാണ്. പക്ഷേ ഗോൾഡൻ റൈസിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഓൾറെഡി വിറ്റാമിൻ എ കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ബീറ്റ കാരോട്ടിൻ റിച്ച് ആയിട്ടുള്ള ഒരു ഗോൾഡൻ റൈസ് ആയിരിക്കും ഇത്. അത് ജീനിൽ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടാണ് ഇതുപോലുള്ള റൈസ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഫുഡ് കഴിച്ച് നമ്മുടെ ന്യൂട്രീഷണൽ വാല്യൂ ഇംപ്രൂവ് ചെയ്യും. അപ്പൊ ഇതുപോലെയുള്ള മോഡിഫിക്കേഷൻസ് ഒക്കെയാണ് പ്ലാന്റ്സിൽ ഉപകരിക്കുന്നത്. ഇതിനൊക്കെ പുറമെ ഓക്കെ, ഈ ജനറ്റിക് മോഡിഫിക്കേഷൻ വേറെ രീതിയിലുള്ള ഒരു ടൈലർ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണിത്. ടൈലർ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയും, ടൈലർ മെയ്ഡ് പ്ലാന്റ്സ്. അതായത് ടൈലർ മെയ്ഡ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടേമിന്റെ അർത്ഥം ഈ സെന്റൻസ് വായിക്കുന്നത് മനസ്സിലാവും. ഇൻ അഡീഷൻ ടു ദീസ് യൂസേഴ്സ്, GM has been used to create tailor-made plants to supply alternative resources to industries. Okay, in the form of starches. In the form of starches and ഇവിടെ സെയിം സെന്റൻസ് വരുന്നുണ്ട്, ഒന്നും കൂടി നമുക്ക് വായിക്കാം. ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ചസ് ആൻഡ് ഇൻ ദ ഫോം ഓഫ് ഫാർമസ്യൂട്ടിക്കൽസ്. സ്റ്റാർച്ചസിന്റെ രൂപത്തിലും ഫാർമസ്യൂട്ടിക്കലിന്റെ രൂപത്തിലും. ഇത്ര ഉദ്ദേശിക്കുന്നുണ്ട് ടൈലർ മെയ്ഡ് പ്ലാന്റ്സ് കൊണ്ട്. ഒന്ന് മാർക്ക് ചെയ്തോട്ടെ. അതായത് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുക, നമുക്കൊരു വാക്ക് കേട്ടിട്ടില്ലേ നമ്മൾ, കസ്റ്റമൈസ് ചെയ്യുക അല്ലെങ്കിൽ പേഴ്സണലൈസ് ചെയ്യുക എന്നൊക്കെ ഒരു ടേം കേട്ടിട്ടില്ലേ? ഇതെന്താ? ഇതെന്ന് ഈ രണ്ട് ടേമിന്റെ അർത്ഥം നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ സെറ്റാക്കി വാങ്ങിക്കാം. ഇപ്പൊ ചില എന്താ പറയാ, ചില ഇലക്ട്രോണിക് പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് അറിയാം, അപ്പൊ ആപ്പിൾ കമ്പനിയുടെ ഏത് പ്രൊഡക്ട്സ് നമ്മൾ വാങ്ങിച്ചാലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതിനുള്ളിലെ ചിപ്പ് ഏത് വേണം, അതിനുള്ളിലുള്ള സ്റ്റോറേജ് എത്ര വേണം, അല്ലെ? നമ്മളത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിക്കാം. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഫീച്ചേഴ്സുകളും ആഡ് ചെയ്ത് നമുക്ക് അതിന് വാങ്ങിക്കാൻ പറ്റും. സിമിലർലി നമുക്ക് ചില പ്ലാൻസുകൾ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള പ്ലാൻസുകൾ. ഓക്കെ, കസ്റ്റമൈസ്ഡ് പ്ലാൻസ്, കസ്റ്റമൈസ്ഡ് പ്ലാൻസ്. ഈ പ്ലാൻസിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഫീച്ചേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള പ്ലാൻസുകളെയാണ് നമ്മൾ ടൈലർ മെയ്ഡ് പ്ലാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ചില ഇൻഡസ്ട്രിക്കാരൊക്കെ എന്ത് ചെയ്യും, ചില പ്ലാൻസുകൾ ഉണ്ടാക്കുമ്പോൾ ആ പ്ലാൻസിനകത്ത് ഭയങ്കരമായിട്ട് സ്റ്റാർച്ച് കൂടുതലായിട്ട് വേണമെന്ന് പറയും. ഓക്കെ, അപ്പൊ എന്താ, അതിനകത്ത് സ്റ്റാർച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സ്റ്റാർച്ച് ആയിരിക്കും ചിലവർക്ക് വേണ്ടത്. ചിലവർക്ക് അതില് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സുകൾ, അതായത് ഡ്രഗ് വാല്യൂ ഉള്ള എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് അതിനകത്ത് കയറണം എന്ന് പറയും. ഓക്കെ, ഇങ്ങനെ രണ്ട് തരത്തിലും ഉള്ള പ്ലാന്റ്സുകൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കണം. അപ്പൊ ആ പ്ലാന്റ് നമ്മൾ കഴിച്ചാൽ ആ പ്ലാന്റ് നമുക്ക് കൂടുതൽ കിട്ടുന്നത് സ്റ്റാർച്ച് ആയിരിക്കും. അല്ലെങ്കിൽ ആ പ്ലാന്റ് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ ആ പ്ലാന്റിന് എന്തോ മെഡിസിനൽ വാല്യൂ ഉള്ള പ്ലാന്റ് ആണത്, അതിനകത്ത് എന്തോ ഒരു ഡ്രഗ് എഫക്റ്റ് ഉണ്ട് ആ പ്ലാന്റിനകത്ത്, അത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യിപ്പിച്ച പ്ലാന്റ് ആണ്. അപ്പൊ അത് കഴിച്ചാൽ ചിലപ്പോൾ ഒരു മരുന്നിന്റെ എഫക്റ്റ് നമുക്ക് തരും. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് സെറ്റ് ചെയ്യുന്ന പ്ലാന്റുകളാണ് ടൈലർ മെയ്ഡ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബയോടെക്നോളജി ഇത്തരത്തിലുള്ള ടൈലർ മെയ്ഡ് പ്ലാന്റ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പല ഇൻഡസ്ട്രികളിലും ഇപ്പൊ ബയോഫാർമസ്യൂട്ടിക്കൽസ് നടത്തുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് വിചാരിക്കും, അവർക്കൊരു പ്ലാന്റ് വേണം. ആ പ്ലാന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലാന്റിന്റെ അകത്ത് നിറയെ അവർ ഉദ്ദേശിക്കുന്ന ഒരു എക്സ് എന്ന് പറയുന്ന ഒരു ഡ്രഗ് അല്ലെങ്കിൽ ഒരു ഡ്രഗിന്റെ ഒരു എഫക്റ്റ് ആണ് അവർ ആ ഒരു പ്ലാന്റിന്റെ ഉള്ളിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ എക്സ് എന്ന് പറയുന്ന ഡ്രഗിന്റെ എഫക്റ്റ് മാത്രമുള്ള ഒരു പ്ലാന്റ് അവര് സിന്തസൈസ് ചെയ്യും അല്ലെങ്കിൽ ടൈലർ ചെയ്യും. അല്ല, ടൈലർ എന്ന വാക്കിനർത്ഥം നമുക്ക്
നമുക്ക് തയ്ച്ചു തരുന്ന ഒരാൾ എന്നുള്ള അർത്ഥത്തിൽ ഡ്രസ്സ് തയ്ച്ചു തരുന്ന ആൾ, അതുപോലെ ഒരു ഡ്രസ്സ് തയ്ച്ചെടുക്കുന്ന ഒരു ലാഘവത്തിൽ നമുക്ക് ഇഷ്ടമുള്ള പോലത്തെ ഒരു പ്ലാന്റിനെ നമുക്ക് പേഴ്സണലൈസ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് അവര് എന്താ ഡിസൈൻ ചെയ്ത് തരും. ആ പ്ലാന്റ് ആ ഇൻഡസ്ട്രിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അത് ചിലപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ആണെങ്കിൽ അവർക്ക് അതൊരു ഡ്രഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ ചെടിയിനുള്ളിൽ ഈ ഡ്രഗ് ഉണ്ടായിരിക്കും. അങ്ങനെ അപ്പൊ അതാണ് ടൈലർ മെയ്ഡ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഒരു ബയോടെക്നോളജിയുടെ അഗ്രികൾച്ചർ ലെവലിലുള്ള ആപ്ലിക്കേഷൻസ്. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു BT കോട്ടന്റെ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. അതിനകത്ത് ഈ ഒരു പാരഗ്രാഫ് ഓർഡറിന് BT കോട്ടനെ പറ്റിയാണ് പറയുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഓക്കെ, ഇപ്പൊ തന്നെ ലെങ്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഇന്നിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പൊ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ BT കോട്ടൺ. ഓക്കെ, അപ്പോൾ ദെൻ ബൈ.